സഹൃദയരെ നമസ്കാരം. അപ്പോൾ ഇന്നിപ്പോൾ രാത്രി ഞാൻ വീഡിയോ ചെയ്യാനുള്ള കാരണം വേടനാണ്. വേടൻ്റെ ഒരു ഇൻ്റർവ്യൂ റിപ്പോർട്ടർ ചാനലിൽ വരികയുണ്ടായി, അതും കാണാനിട വരികയുണ്ടായി. അപ്പോൾ കറുപ്പിൻ്റെ രാഷ്ട്രീയം, താഴെക്കടയിൽ കിടക്കുന്നവന് വേണ്ടി ശബ്ദമുയർത്തുന്ന വേടൻ, ഇതൊക്കെ പറയുന്ന കറുപ്പിൻ്റെ രാഷ്ട്രീയം, താഴെ കിടക്കുന്നവൻ്റെ രാഷ്ട്രീയം, സമൂഹത്തിൽ നീചത്വങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തുന്ന വേടനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് വളരെയധികം അദ്ദേഹത്തിൻ്റെ പാട്ടുകളും ചിന്തകളും അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, അതിനോടൊക്കെ എനിക്ക് വളരെയധികം അനുകൂലമുള്ള ഒരാൾ തന്നെയാണ് ഞാൻ. പക്ഷേ ഈ ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തിൻ്റെ പുതുതായിട്ട് വരാൻ പോകുന്ന പാട്ടിനെ കുറിച്ചാണ് പറയുന്ന 10 തല എന്ന് പറയുന്ന പാട്ട്. അപ്പോൾ അതിൽ ഈ പറയുന്ന രാവണ പെരുമ്പാട്ടനെ കുറിച്ചുള്ള പാട്ടാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് മര്യാദ പുരുഷോത്തമൻ ശ്രീരാമൻ അറിയില്ല, ജയ് ശ്രീരാം വിളി എന്ന് പറയുന്നത് ആളുകൾ ഉപദ്രവിക്കാനും കൊല്ലാനുമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യത്തിന് മുമ്പ് ഞാൻ ആദ്യമേ പറയട്ടെ, എനിക്ക് രാഷ്ട്രീയമായിട്ട് ആരുമായിട്ടൊരു ബന്ധമില്ല. ഒരു രാഷ്ട്രീയ കക്ഷിയുമായിട്ടും എനിക്ക് യാതൊരു ബന്ധവുമില്ല, ഒന്നുമില്ല. ഒരു മതസാമുദായിക സംഘടനകളായിട്ടും എനിക്ക് ബന്ധമില്ല. പക്ഷേ ഈ പറഞ്ഞ കാര്യത്തിനോട് എനിക്ക് ഒരു എതിരഭിപ്രായമുള്ളത് വേടനെ അറിയിക്കണമെന്ന് തോന്നി. വേടനത് തിരുത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. തിരുത്തേണ്ടതായിട്ടുണ്ട്. അത് ഈ പറയുന്ന ജയ് ശ്രീറാം മാത്രമല്ല, അല്ലാഹു അക്ബർ വിളിച്ചും ആളുകളെ കൊല്ലാറുണ്ട്, തലയറുത്ത് കൊല്ലാറുണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ. അപ്പോൾ അതുപോലെ തന്നെ ജീസസ് ക്രൈസ്റ്റിൻ്റെ പേര് വിളിച്ചുകൊണ്ട് നോർത്തേൺ യൂറോപ്പിൻ്റെ പല രാജ്യങ്ങളിലും ഉണ്ടായിട്ടുള്ള തീവ്രവാദപരമായിട്ടുള്ള ആളെക്കൊല്ലലുകളും നമ്മൾ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ കണ്ടിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മതം തലയ്ക്ക് പിടിക്കുമ്പോൾ ഏത് മതമാണെങ്കിലും ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് ആളുകളെ കൊല്ലും, അത് കൊന്നുകൊണ്ടേയിരിക്കും, ഇനിയും അത് നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് വേടനത് തിരുത്തണം. തിരുത്തല്ല, വേടനതിൽ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ആഡ് ചെയ്താലേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, അതിലൊരു നിഷ്പക്ഷത പറയാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കപ്പോൾ തോന്നും, എന്താ വേടൻ ഒരു സൈഡ് പിടിക്കുന്നു എന്ന് തോന്നും. അപ്പോൾ അതുകൊണ്ട് ഒരു ഭാഗം മിണ്ടാതെ പോയി എന്നൊക്കെ തോന്നും. അത് പിന്നീട് വേടന് തന്നെ വിനയാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വേടനത് തിരുത്തി നല്ല രീതിയിൽ അത് ഈ പറയുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ആഡ് ചെയ്യണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അതുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഒരു എതിർപ്പാണിത്. എനിക്കത് ഈ പറഞ്ഞ ഒരു കാര്യത്തിലൂടെ മാത്രം അല്ല, മറ്റു കാര്യങ്ങൾ കൂടി അതിൽ ആഡ് ചെയ്യണം എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ 2 കാര്യങ്ങളുണ്ടല്ലോ, എന്നാലേ അത് പൂർണ്ണമാവുള്ളൂ. ഇന്നിപ്പോൾ ഞാൻ പറയണമെങ്കിൽ ഞാനൊരു ക്രിസ്തുമത വിശ്വാസിയാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ മെത്രാന്മാർ പോലും തീവ്രവാദപരമായിട്ടുള്ള പ്രസംഗങ്ങൾ നടത്തുന്ന കാലഘട്ടമാണ്, മനസ്സിലായോ? ഇപ്പോൾ ഈ പറയുന്ന പല മെത്രാന്മാർ പോലും ഇന്ന് പരസ്യമായി പള്ളിയിൽ പറയാണ്, ഒരു പ്രത്യേക മതക്കാരുടെ ചായക്കടയിൽ പോയി ചായ കുടിക്കരുത്, അവർ ഓട്ടോറിക്ഷകളിൽ കയറരുത് എന്ന് പറഞ്ഞു കൊണ്ട് പോലും ഇവിടുത്തെ കേരളത്തിലെ പല പള്ളികളിലും പല രൂപതകളിലും പ്രസംഗിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളുള്ള അതും ഒരു തരത്തിൽ തീവ്രവാദമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് വേണം നമ്മളൊരു കാര്യം പറയുമ്പോൾ. രാവണപ്പെരുമ്പാട്ടനെ കുറിച്ചുള്ള പാട്ട് കേൾക്കാൻ ഞങ്ങൾക്കൊക്കെ താല്പര്യമുണ്ട്, അതിനുവേണ്ടി കാത്തിരിക്കുക തന്നെയാണ്. പക്ഷേ വേടൻ പറഞ്ഞ ഈ കാര്യത്തിൽ ഒരു എതിർപ്പുണ്ട്. അത് ദയവ് ചെയ്ത് തിരുത്തും എന്നുള്ള പ്രതീക്ഷയിൽ ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നു. നമ്മളെ വീഡിയോ കാണാൻ ആരൊന്നുമില്ല, എന്നിരുന്നാൽ പോലും കാണുന്നവരും കേൾക്കുന്നവരും ദയവ് ചെയ്ത് ഇത് ഒന്ന് ഷെയർ ചെയ്ത് വേടൻ്റെ അടുത്ത് എത്തിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.